ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് അല്ലുവിന് ഐഷു ചേച്ചി കൊടുത്ത ഒരു ഉടുപ്പാണ് കേട്ടോ. ഐഷു എന്ന് പറഞ്ഞാൽ നെയ്ബറാണ്. അപ്പം ഐഷുവിന് ഉടുപ്പ് ചെറുതായപ്പം അത് അല്ലുവിന് കൊടുത്തതാണ്. പക്ഷേ അല്ലുവിന് ഉടുപ്പ് അല്പം വലുതായതുകൊണ്ട് ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഉടുപ്പിന് ചെറിയൊരു മേക്ക് ഓവർ നടത്താമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് മുത്തുകൾ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ മുത്തുകളായിരുന്നു കേട്ടോ. അപ്പം അത് ഇതിനകത്ത് പിടിപ്പിച്ച് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ പഞ്ചിങ് മെഷീൻ എടുത്തിട്ടുണ്ട്. പഞ്ചിങ് മെഷീനിൽ അത്യാവശ്യം വലിയ മുത്താണ്. അപ്പം അതിന് പാകത്തിനുള്ള മുത്തിനുള്ള സാധനമൊക്കെ ഇതിനകത്ത് ഇതാ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചിങ് ബീഡ്സും പഞ്ച് ചെയ്യുന്ന ആ പിന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതാ ഇത്രയും വലിപ്പമുള്ള മുത്താണ് കേട്ടോ. മുത്തിതാ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം അടിഭാഗത്തായിട്ട് നമുക്ക് പഞ്ചിങ് പിന്നും ഇട്ട് കൊടുക്കണം. ഇതാ പിന്നിതാണ്. ഇതിൻ്റെ മുള്ളു പോലുള്ള ഭാഗം മേലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ വരുന്നത് പോലെ പിടിപ്പിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഫ്ലവറിന് അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ട് നമ്മുടെ പഞ്ചിങ് മെഷീൻ അതിനകത്തേക്ക് കയറത്തുമില്ല. പിന്നെ കയറിയാൽ തന്നെ മുത്ത് അതിനകത്ത് പിടിക്കത്തില്ല. കാരണം മുത്തിൻ്റെ അടുത്തേക്ക് പഞ്ചിങ് പിൻ എത്തത്തില്ല. അപ്പം കുറേ നേരം അതിനു വേണ്ടി പണിപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് നടപടിയാകില്ല എന്ന്. കാരണം മുത്ത് അതിനകത്ത് പിടിക്കത്തില്ല. ആ പൂവിന് അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയുണ്ടായിരുന്നു. അതിൻ്റെ അടിഭാഗത്ത് ഫോം ഷീറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇത് മുത്ത് അതിനകത്ത് പിടിക്കത്തില്ലായിരുന്നു. അങ്ങനെ കുറേ നേരം പണിപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് നടപടിയാകില്ല. അങ്ങനെ അടിച്ചു വെച്ച പിന്ന് വീണ്ടും ഊരിയെടുത്തു. എന്താ കഷ്ടപ്പാട്. ചിന്തിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും എങ്ങാനും പിടിച്ചാലോ, ബിരിയാണി കിട്ടിയാലോ. അങ്ങനെ പിടിക്കാത്ത ആ പിന്ന് ഊരിയെടുത്തു. അങ്ങനെ ഞാൻ സ്ഥാനം മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഫ്ലവറുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ആകുമ്പോൾ അധികം കട്ടി വരുന്നില്ല. അങ്ങനെ ഒരു പ്രാവശ്യം അടിച്ചു നോക്കിയപ്പം സക്സസ് ആയി. അതാ പഞ്ചിങ് ബീഡ് അവിടെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പറഞ്ഞു പോരുത്തൊന്നുമില്ല, നല്ല ഫിറ്റായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പം അതുപോലെ ഫ്ലവറിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നിടത്ത് കാണക്കത്ത രീതിയിൽ ഒരു 5-6 മുത്ത്, ഒത്തിരി ഒന്നും പിടിപ്പിച്ച് വൃത്തികേടാക്കുന്നില്ല. ജസ്റ്റ് അവിടെ ഇവിടെങ്ങൾ ഒക്കെ ആയിട്ട് ഒരു 3-4 മുത്ത് പിടിപ്പിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള ഭംഗി നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ച് അധികമൊന്നും ചെയ്തില്ല. ചെറിയൊരു മേക്ക് ഓവർ നമുക്ക് കൊടുക്കാം, അത്ര മതി. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഗ്യാപ്പ് വരുന്ന ഒരു 3-4 സ്ഥലം നമുക്ക് ഒരു ക്രമവും ഇല്ലാണ്ട് അവിടെ ഇവിടെയും കൊടുത്താൽ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു ക്രമം നോക്കി അവിടെ ഇവിടെയായിട്ട് ഒരു 5-6 മുത്തുകൾ പിടിപ്പിക്കുകയാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അലക്കിയിട്ടുണ്ടെങ്കിലൊന്നും മുത്ത് പറഞ്ഞു പോകത്തില്ല, വലിച്ചു പറിച്ചാലും പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയും മുത്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അരഭാഗത്ത് ആ ഞൊറി വരുന്നതിൻ്റെ തൊട്ട് മേലെ ഭാഗത്ത് കുറച്ച് സ്റ്റിച്ചൊക്കെ വിട്ടു പോയിട്ടുണ്ട്. അപ്പം ഞാനത് അടിച്ചു കഴിഞ്ഞപ്പോൾ നൂല് മേലേക്ക് കാണുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഭാഗത്തെ നൂലൊക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലവർ ലൈസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു. അതിൻ്റെ സ്റ്റിച്ച് വിട്ടു പോയപ്പം ഉള്ളിക്കൂടി പിടിച്ച് അതൊരു പ്രത്യേക രീതിയിലാണ് അടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിലും നൂല് പുറത്തേക്ക് കാണുമായിരുന്നു. അതുകൊണ്ടാണ് ഇതുപോലൊരു ഫ്ലവർ ലേസും കൂടി വെച്ച് കൊടുത്തത്. ഫ്ലവർ ലേസും കൂടി വെച്ച് കൊടുത്തപ്പം ഉടുപ്പിൻ്റെ ലുക്ക് ആകെ മാറി. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബായ്.